അതെങ്ങനെയാ? നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ പറഞ്ഞത്? ഇത്രയും ദിവസം അമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അറിയാനുണ്ട്. എവിടെ ചെന്നാലും പരാതി പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിന്റെ മിടുക്ക് എനിക്ക് വീണ്ടും ബോധ്യമായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വർമ്മ സാറേ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാടോ. അയ്യോ, അതൊന്നും വേണ്ട വർമ്മ സാറേ. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വർമ്മ സാർ, ഒരു മിനിറ്റ്. ശരി. വർമ്മ സാറേ, ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇലക്ഷൻ മാർക്ക്, ഒഴിവ് സമയത്ത് വീട്ടിലെ വർക്ക്ഷോപ്പിൽ വെൽഡിംഗ് പണി. ആ കിട്ടുന്ന പണം എങ്ങനെയാടോ തന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവിനും കുഞ്ഞിന്റെ പഠിത്തത്തിനും തികയുന്നേ? വർമ്മ സാർ ഈ പണം തിരികെ വാങ്ങണം. വർമ്മ സാറേ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണമെന്ന് കരുതിയല്ല ഞാൻ ഇലക്ഷൻ വർക്കിന് വന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരു കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് വർമ്മ സാറാ. ഞാൻ ഈ പണം തരുന്നത് നീ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂലിയാണെന്ന് നീ കരുതിയോ? നിന്റെ ഭാര്യ എന്റെ ആരാ? അവൾ എന്റെ സഹോദരിയല്ലേ? അവളുടെയും നിന്റെ കുഞ്ഞിന്റെയും ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ തരാൻ എനിക്ക് അവകാശമല്ലേ? വർമ്മ സാറേ, നീ വീട്ടിലേക്ക് ചെല്ല്. പടം രാജു, അവനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കണമെന്ന് നീ പറഞ്ഞപ്പോഴാണ് അവന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത്. എല്ലാവരും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മത്സരിച്ചോടുന്ന ഈ കാലത്ത് കൂടെ നിൽക്കുന്നവരെയും സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സ് വലിയ മനസ്സാ. എന്താ വർമ്മ സാർ ഈ പറയുന്നത്? എല്ലാം ചെയ്യുന്നത് വർമ്മ സാറും അതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കും. മുമ്പ് വർമ്മ സാറിന് ഒരുപാട് സമയമുണ്ടായിരുന്നു. വർമ്മ സാറ് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും സഹായിച്ചിരുന്നു. പക്ഷേ ഇന്ന് വർമ്മ സാറിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നേ. മാഡം എന്താ കാണണമെന്ന് പറഞ്ഞേ? ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റോ ആണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. സന്ധ്യാപൂജയ്ക്ക് ശേഷമാവാം. ക്ഷമിക്കണം, ഞാൻ കാണാൻ വന്നത് മറ്റൊരാവശ്യം അറിയിക്കാനായിരുന്നു തിരുമേനി. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളൂ. ക്ഷേത്രത്തിലെത്താൻ അല്പം ധൃതിയുണ്ടേ, അതുകൊണ്ടാ. ക്ഷേത്രത്തിൽ വെച്ച് നാളെ 1000 പേർക്കുള്ള അന്നദാനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ നല്ല കാര്യം. എന്താ വിശേഷിച്ച്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജന്മദിനോ നാളെ. വളരെ സന്തോഷം. ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠനുമായി സംസാരിച്ചോളൂ. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആഹാരം പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകൂ തിരുമേനി? സദ്യ ഗംഭീരാകണം. എന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മണികണ്ഠനോട് ഇപ്പൊ തന്നെ വിളിച്ചറിയിച്ചേക്കാം. മാഡം ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. നന്ദി തിരുമേനി. അങ്ങനെ ആവട്ടെ. അവര് പറയുന്നത് അമ്മ കേട്ടിരുന്നെങ്കിൽ അമ്മയ്ക്കും എനിക്ക് പറ്റിയ അബദ്ധേ പറ്റുള്ളൂ. അതിനെ അംബികയുടെ തലയിൽ കളിമണ്ണല്ല, നിനക്ക് ചില സമയത്തെ നിന്റെ അപ്പന്റെ ബുദ്ധിയാ. തലതിരിഞ്ഞ ബുദ്ധി. അവളുടെ ഒരു ബർത്ത്ഡേ കേക്ക്. ഞാനാണെങ്കി പ്രതാപന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമേ മറന്നു. അവസരം മുതലെടുത്ത് അവള് കയറി ഒട്ടിയത് കണ്ടോടാ? കണ്ടു. അമ്മാവനുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല ദിവസങ്ങളുടെയും ഡേറ്റ് അമ്മ എനിക്കൊന്ന് എഴുതി തരണം. ഇനി മുതൽ അവള് ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്ലാൻ ചെയ്യണം. എന്ത്? അമ്മാവനെ ഞാൻ ഇംപ്രസ് ചെയ്ത് അമ്മയ്ക്ക് കാണിച്ചു തരാം. കൊള്ളാം, ഭയങ്കര ബുദ്ധിയായിപ്പോയി. എടാ, നീ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് മെനക്കെടാതെ അവളെ എങ്ങനെ പ്രതാപനോട് കൂടുതൽ അടുപ്പിക്കാതെ തടയാൻ പറ്റുമെന്ന് ചിന്തിക്കേ. ഓരോ ദിവസം കഴിയും തോറും അവള് പ്രതാപനോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. അത് പാടില്ല ദീപകെ. പ്രതാപന്റെ മനസ്സില് അവളോടുള്ള അലിവ് കൂടി വന്നാ
അവളോട് പ്രതാപന് വാത്സല്യം തോന്നിയാൽ പിന്നെ നമ്മുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. അവര് തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല. സോറി അമ്മേ, ഞാൻ എന്റെ എടുത്തുചാട്ടം കുറച്ചോളാം. ഇനി മുതല് ശരിക്കും ആലോചിച്ച് ഞാൻ സംസാരിക്കൂ, പ്രവർത്തിക്കൂ. സത്യം. അമ്മ വഴക്ക് പറഞ്ഞത് നിനക്ക് വിഷമായോടോ? വിഷമിക്കണ്ട. അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നേ. മോൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ശാന്തമായ ഒരിടത്തിരുന്ന് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് ആലോചിക്കേ. ശരി അമ്മേ. ദൈവമേ, ഇന്നെന്റെ അച്ഛന്റെ പിറന്നാൾ ദിവസം. സർവ്വ ഐശ്വര്യങ്ങളും അച്ഛനുണ്ടാവണേ. എല്ലാ ആപത്തുകളിൽ നിന്നും എന്റെ അച്ഛനെ കാത്തു രക്ഷിച്ച് നീ കാവലായിരിക്കണേ. പ്രതാപ, ഈ കൊല്ലവും വിജയങ്ങൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് നീ വ്യാമോഹിക്കണ്ട. ഇന്ന് നിന്റെ പിറന്നാളാണ്. നീ പ്രാർത്ഥിക്കേ. പക്ഷേ നീയും നിന്റെ മകളും എത്ര പ്രാർത്ഥിച്ചാലും ഇനി വരാൻ പോകുന്നത് നിന്റെ തകർച്ചയുടെ കാലമായിരിക്കും. ഈ അംബികയുടെ ഉയർച്ചയുടെയും